തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ എന്ത് തീരുമാനം? നമ്മുടെ വിവാഹം. അല്ലാതെന്താ? അതിപ്പോ അത്ര പെട്ടെന്നൊന്നും വിവാഹം നടത്താൻ പറ്റിയെന്ന് വരില്ല. അതെന്താ? ഇനി എന്തിനാ വൈകുന്നേ? വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എടുത്തിയടി ചെയ്യേണ്ട കാര്യമൊന്നുമല്ലോ. അതിനൊക്കെ കുറച്ച് സമയം വേണം. കുറച്ച് സമയം എന്ന് പറഞ്ഞ? നിനക്കറിയാലോ നന്ദിനി, ഒന്നാമതേ ഏട്ടൻ്റെ വിവാഹമായിട്ടില്ല. പിന്നെയാണെങ്കിൽ വേറെയും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്ത് പ്രശ്നം? അതൊക്കെ ഉണ്ട്. എന്തിനിപ്പോ അതൊക്കെ അറിയുന്നേ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇതുവരെ. ഇപ്പെന്താ നിനക്കൊരു മാറ്റം? എന്ത് മാറ്റം? വിവാഹം നടക്കില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. കുറച്ചൊന്ന് കഴിഞ്ഞോട്ടെ. എങ്കിൽ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് വിവാഹത്തിനുള്ള സമയമാവും വരെ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്നും കൂടി പറ ഗൗരി. എന്താ ഞാൻ ചെയ്യണ്ടേ? അതിനെ നമുക്കങ്ങ് നശിപ്പിക്കാം. എന്താ നീ പറഞ്ഞേ? നശിപ്പിക്കേ? അതേ നടക്കൂ. ലോകത്ത് ആദ്യമായിട്ട് നടക്കുന്ന സംഭവമൊന്നുമല്ലോ ഇത്. ഇതിനു മുമ്പ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് മാത്രം എന്താ അത്ര പ്രത്യേകത? ഇത് അത്ര റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല, വളരെ സിമ്പിളാ. അതങ്ങ് ഒഴിവാക്കിയാൽ പിന്നെ നമുക്ക് പഴയ പോലെ സുഖമായിട്ട് ജീവിച്ചൂടെ? വിവാഹമൊക്കെ കുറച്ച് കഴിഞ്ഞാലും ആവാന്നേ. ബി പ്രാക്ടിക്കൽ നന്ദിനി. നിർത്ത. ഇനി ഒരു അക്ഷരം നീ മിണ്ടി പോരുത്. നന്ദിനി, ഞാൻ വേണ്ട. ഇനി എനിക്കൊന്നും കേക്കണ്ട. അറിഞ്ഞില്ല നീ ഇത്ര ക്രൂരമായി എന്നെ ചതിക്കൊന്ന്. പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. തെറ്റിപ്പോയി എനിക്ക്. ആത്മാർത്ഥമായി നിന്നെ സ്നേഹിച്ച് ഒരുമിച്ചൊരു ജീവിത സ്വപ്നം കണ്ട് എനിക്ക് തെറ്റി. ചതിയന നീ, കൊടും ചതിയൻ. നീ എന്താ പറഞ്ഞത്? നിനക്കെന്റെ കുഞ്ഞിനെ നശിപ്പിക്കണോ അല്ലേ? എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അത് നടക്കില്ല ഗൗരി. പ്രസവിക്കും ഞാൻ എന്റെ കുഞ്ഞിനെ. ജീവൻ കൊടുത്ത് വളർത്താൻ ഞാൻ അതിനെ. അതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും
ഞാനങ്ങ് സഹിക്കും. എന്നാലും ചതിയനായ നിന്നെ ആശ്രയിച്ച് വരില്ല ഞാൻ. നന്ദിനിയാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് എന്റെ നിലനിൽപ്പ് നോക്കണ്ടേ? കാച്ചിന് വിലയില്ലാത്ത അവളെ കെട്ടി ഞാൻ എന്റെ ജീവിതം വേസ്റ്റ് ആക്കണം? അതിനവളെ കെട്ടണമെന്ന് ആര് പറഞ്ഞു? പിണക്കി വിടാതെ നയത്തിന് നിന്നിരുന്നെങ്കിൽ കാശിന് വകയില്ലാത്ത അവളെ വെച്ച് കാശ് കുറച്ചുണ്ടാക്കാമായിരുന്നില്ലേ? എന്തെങ്കിലും ഒരു കള്ളത്തരം പറഞ്ഞ് കയറ്റി വിടണമായിരുന്നു മുംബൈയിലേക്കോ കൽക്കത്തയിലേക്കോ. പറയുന്ന കാശ് കൈ കിട്ടുമായിരുന്നില്ലേ? ഇതിപ്പോ ഒരു നഷ്ടക്കച്ചവടം ആയില്ലേ ഗൗരി? അത്രയ്ക്ക് ഞാനങ്ങ് ആലോചിച്ചില്ല. പെട്ടെന്ന് കേട്ടപ്പോ മനസ്സിൽ തോന്നിയത് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വിഷമിക്കണ്ട. വേണമെന്ന് വെച്ചാൽ വളച്ചെടുക്കാൻ ഇനിയും അവസരമുണ്ട്. അത്ര പെട്ടെന്ന് അവൾക്ക് അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ. വയറ്റിലൊരു കുഞ്ഞല്ലേ വളരുന്നത്. അതുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയൊരു അബദ്ധത്തിന് ഒരു ക്ഷമാപണം. അവള് വീഴും. വരുതിയിൽ വരുത്താൻ നിനക്ക് അവളെ. മതി ഇനി കരഞ്ഞത്. ഇനി കരഞ്ഞോണ്ടിരുന്നിട്ട് എന്താ പ്രയോജനം? വീണ്ടും വിചാരമില്ലാതെ ഓരോന്ന് ചെയ്യുമ്പോ ഒന്നും ഓർക്കില്ലല്ലോ. ആര് പറഞ്ഞാലും കേക്കില്ല. എല്ലാം തന്നിഷ്ടം പോലെ ആയിരുന്നില്ലേ? ഇനിയിപ്പൊ സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാരും വേദനിപ്പിച്ചതിന് എനിക്ക് കിട്ടിയ ശിക്ഷ ഞാനിത് അനുഭവിക്കേണ്ടത് തന്നെയാ. അത്രയ്ക്ക് വിശ്വസിച്ചു ഞാൻ അവനെ. എന്നിട്ടിപ്പോ ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്തെങ്കിലും ഒരു പരിഹാരം കാണാം നമുക്ക്. അമ്മാവനും ഗോപേട്ടനും ഒക്കെ ഉണ്ടല്ലോ. അവരവനോടൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെയൊന്നും മാറില്ല ചേച്ചി അവന്റെ മനസ്സ്. മനഃപൂർവ്വം ചതിച്ചത് അവനെന്നെ. ഇപ്പോഴാ എനിക്കെല്ലാം മനസ്സിലാവുന്നത്. അങ്ങനെ അവനങ്ങ് കൈയൊഴിഞ്ഞാൽ എങ്ങനെയാ? അത് മാറ്റിയെടുത്തല്ലേ പറ്റൂ. വേണ്ട, മനസ്സ് മാറിയാലും ഇനി എനിക്ക് അവനെ വേണ്ട. എന്തിനാ അങ്ങനെ ഒരാളുടെ കൂടെ ഒരു ജീവിതം? പക്ഷേ നിന്റെ ജീവിതം തകർത്തിട്ട് അവൻ മാത്രം അങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ട. അവൻ ഇനി എത്ര മനസ്സ് മാറിയാലും അവക്കിനി അവനെ വേണ്ടെന്നാ പറയണേ. പിന്നെ എന്ത് ചെയ്യും ഗോപേട്ട? അങ്ങനെ വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു തെറ്റ് പറ്റിപ്പോയി. ഇനി മറ്റൊരു തെറ്റ് ആവർത്തിക്കണോ? പറ്റിപ്പോയത് തിരുത്തണം. അതിന് അവര് തമ്മിലുള്ള വിവാഹം നടന്നേ പറ്റൂ. അതൊക്കെ പറഞ്ഞ തലയിൽ കയറണ്ടേ അവൾക്ക്? എന്തിനേതിനൊരു ദുർവാശി. അതൊക്കെ തന്നെയാ അവൾ ഈ നിലയിൽ എത്തിച്ചത്. കുറ്റം പറയാൻ പറ്റില്ല ചേച്ചി. വിവാഹത്തിന് അവൻ തയ്യാറല്ലെന്ന് അറിഞ്ഞതുകൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ പറയുന്നേ. എന്ന് വെച്ച് അവന്റെ മുന്നിൽ നമ്മൾ അങ്ങ് തോറ്റു കൊടുക്കണം. പറഞ്ഞ് അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം. സ്വത്ത് സ്വാധീനമുള്ളവരെയൊക്കെ പറഞ്ഞനുസരിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂ ഗോപേട്ട? അവരെ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കൂ. നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ ഒരുത്തരും ഉണ്ടാവില്ല ചേച്ചി. എന്ന് കരുതി കയ്യും കെട്ടി മിണ്ടാതിരുന്നാലും നഷ്ടം നമുക്കല്ലേ? അങ്ങനെ ഇപ്പൊ ഒരു നഷ്ടം സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരും നമ്മളെ ന്യായീകരിച്ചില്ലെങ്കിലും നീതി നിയമമുള്ള നാടല്ലേ? ആ വഴിക്ക് തന്നെ നീങ്ങാം. അല്ല, പക്ഷെ സ്വാധീനം ഉപയോഗിച്ച് അവരവിടെയും രക്ഷപ്പെടാൻ നോക്കിയാലോ? ഒന്ന് ശ്രമിച്ചു നോക്കാലോ. ഞാൻ നന്ദഗോപൻ സാറിനെ കണ്ടൊന്ന് സംസാരിക്കാം. ചതിയിൽപ്പെടുത്തിയ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചതിന് നിയമത്തിന്റേതായ ഒരു പരിഹാര മാർഗം അദ്ദേഹം കാണാതിരിക്കില്ല. അതാ നല്ലത്. അല്ലാതെ നമ്മൾ അവരെ ഭയന്നിരുന്ന അത് കൂടുതൽ അപകട. എന്തിനും മടിക്കാത്തവരാ. എന്ത് പ്രശ്നം ഉണ്ടായാലും നന്ദിനെ കുഞ്ഞിനെ നശിപ്പിക്കില്ല എന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് അവരടങ്ങിയിരിക്കില്ല.
അത് ഒഴിവാക്കാനെങ്കിലും നിയമത്തിന്റെ വഴിയെ പോകുന്നതന്നെ നല്ലത്. നമസ്കാരം മാഡം. നമസ്കാരം. പതിവില്ലാതെ അന്ന് കണ്ടപ്പോ പരിഭവമായിരുന്നില്ലേ? ഇപ്പതാ വീണ്ടും എനിക്കിവിടെ വരേണ്ടി വന്നു. ഇനി ഒരു പക്ഷേ പതിവായി തന്നെ വരേണ്ടി വരും. ആ പേടിക്കണ്ട, ഇത്തവണ ജീപ്പ് ഞാൻ ഗേറ്റിന് വെളിയിലിട്ടിരിക്കുക. ഇനിയിപ്പോ ഞാനായിട്ട് ഈ കുടുംബത്തിന് ഒരു പേരുദോഷവും വേണ്ട. ഇപ്പൊ സാറെന്തിനാ വന്നത്? ആ അവിടെയാണ് പ്രശ്നം. മാഡത്തിന്റെ ഇളയ സന്താനമുണ്ടല്ലോ ഗൗരീശങ്കർ, അദ്ദേഹത്തെ ഒന്ന് കാണണം. എന്താ ആളില്ലേ ഇവിടെ? എന്താണാവോ കാര്യം? താങ്കളാണോ ഗൗരീശങ്കർ? അതെ. അന്ന് വന്നപ്പോ ഒന്ന് കാണാനോ പരിചയപ്പെടാനോ കഴിഞ്ഞില്ല. എന്നാ പിന്നെ ഇന്ന് അതങ്ങ് വിശദമായിട്ടാവാമെന്ന് കരുതി. ഓ, അതിന് കുഴപ്പമില്ല. പക്ഷെ കാര്യം എന്താന്ന് പറയേ? പരിചയപ്പെടാൻ അതിനിപ്പോ പ്രത്യേകിച്ച് കാരണമല്ലോ മേഡം, അല്ലേ മേഡം? അല്ല, ഇവിടെ ഇപ്പൊ വന്ന എന്തിനാന്നാ ചോദിച്ചത്. ഓ അങ്ങനെ. അത് പറയാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമോ? ക്ഷമിക്കണം മേഡം, കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നറിയാം. പക്ഷേ വേറെ നിവർത്തിയില്ല. താൻ വാ. അപ്പോഴേ ഗൗരീശങ്കറെ, ഞാൻ ഒരു കാര്യം അറിഞ്ഞു. താനൊരു കുട്ടിയുമായി സ്നേഹത്തിലായെന്നോ, സ്നേഹം മൂത്ത് പ്രേമമായെന്നോ, അതും മൂത്ത് മൂത്ത് ആ കുട്ടി ഗർഭിണിയായെന്നോ, ഒടുവിൽ വിവാഹക്കാര്യം പറഞ്ഞപ്പോ താൻ ഒഴിഞ്ഞു മാറിയെന്നോ, അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. അതിൽ വല്ല സത്യമുണ്ടോന്നറിയാനാ ഞാനിപ്പോ വന്നു. ഏത് പെൺകുട്ടി? എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടി അറിയില്ലല്ലോ. ഉവ്, സംഭവം അറിഞ്ഞപ്പോഴേ ഞാനത് പറയുകയും ചെയ്തു. ഇയാൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. പക്ഷേ വിശ്വസിക്കണ്ടേ? ചില പെൺപിള്ളേർക്ക് ഇതൊരു പാഷനാ മേഡം. ഏതവന്റെ എങ്കിലും കൂടെ ചുറ്റിയടിച്ച് നടക്കും. ഒടുവിൽ വയറ്റിലൊരു കുഞ്ഞാവുമ്പോ മാനം മര്യാദയ്ക്ക് നടക്കുന്ന കൊള്ളാവുന്ന ഒരുത്തന്റെ തലയിൽ വെച്ച് കെട്ടുകയും ചെയ്യും. പിന്നെ സുഖമായിട്ട് ജീവിക്കാമല്ലോ. ഇതൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് പറയുന്നത് എന്തിനാ? പരാതി വല്ലതും ഉണ്ടെങ്കിൽ അന്വേഷിക്കേണ്ട അടുത്ത് പോയി അന്വേഷിക്കണം. അതല്ലേ മേഡം ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. അല്ലേ ഗൗരീശങ്കരൻ? എത്ര ആലോചിച്ചിട്ടും നിനക്കറിയില്ല നന്ദിനി ആരാണെന്ന്, അല്ലേ? ഏത് നന്ദിനി? എത്ര നന്ദിനിമാരെ നിനക്കറിയാം? എനിക്ക് ഒരു നന്ദിനെ അറിയില്ല. അറിയാത്തതൊക്കെ ഒന്നു മുതലേ അറിയിക്കുന്നതിനെ ഞാൻ ഇറങ്ങി വേണം. എന്തായി കാണിക്കുന്നത്? കേൾക്ക്. വീടെന്താ മോനെ? തള്ളേ, മര്യാദയ്ക്ക് നിന്നോണം. അല്ലേലുണ്ടല്ലോ വണ്ടി ഇവനെ കുടിപ്പിച്ച മുലപ്പാല് ഒരു തുള്ളി പോലും ഇല്ലാതെ ഇവൻ തുപ്പുന്നത് കാണേണ്ടി വരും. മാറങ്ങോട്ട്. ഇവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. മോനെ കൊണ്ടുപോരുത്. മോനെ, അമ്മയാ. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. അമ്മയുടെ പൊന്നുമോൻ ഉള്ള സത്യം തുറന്നു പറ, അല്ലാതെ വിടില്ല നിന്നെ ഞാൻ. പറയടാ, നിനക്കറിയില്ല നന്ദിനിയെ? പറയാൻ. അറിയാം, എനിക്കറിയാം. പ്ലീസ്, ഇനി എന്നെ ഒന്നും ചെയ്യരുത്. സാറ് പറയുന്നൊക്കെ സത്യം. നന്ദിനി ഞാനാ. പിന്നെന്തിനാടാ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്? അത് എനിക്ക് അത്ര ബോധിച്ചില്ല അല്ലേ? അവളെക്കാൾ കൊള്ളാവുന്ന ഒരുത്തിയെ കല്യാണം കഴിച്ച് സുഖമായിട്ടങ്ങ് വാഴാന്ന് വിചാരിച്ചല്ലടാ. നിർത്ത്. ഇനി അവനെ ഉപദ്രവിക്കരുത്. ആഹാ, വന്നല്ലോ കൂടപ്പുറപ്പ്. അറിഞ്ഞില്ലേ അനിയന്റെ വിശേഷങ്ങളൊക്കെ? പെമ്പിള്ളേരെ പിഴപ്പിക്കലായിപ്പോ അവന്റെ ഹോബി. പെറ്റ തള്ളയുടെ മുമ്പിലിട്ട് ചവിട്ടിക്കൂട്ടണമെന്ന് കരുതി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വകുപ്പനുസരിച്ച് സ്ത്രീ പീഡനമാ. രജിസ്റ്റർ ചെയ്താ തൂങ്ങേണ്ടി വരും. എന്താ സാറേ, ഫയൽ ഒരെണ്ണം ഓപ്പൺ ചെയ്യട്ടെ ഞാൻ? ഏട്ടാ, ഞാൻ അവളെ. എന്താ നീ അവളെ കെട്ടാൻ പോന്നോ? അതല്ലേ നിവർത്തിയുള്ളൂ.
അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? എന്താണാവോ സാറിന്റെ പ്ലാൻ? വേണ്ടാതീനം വല്ലതും തോന്നുന്നുണ്ടോ മനസ്സില്? ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്കണം. ഞാൻ വിവാഹത്തിന് തയ്യാറാ. കേട്ടല്ലോ, കുരുത്തക്കേടിന്റെ കൂടെ കുറച്ച് വിവരമുള്ള കൂട്ടത്തിലേവൻ. അതുകൊണ്ട് ഈ പറഞ്ഞതേ നടക്കാവൂ. അല്ലാതെ വേറെ വല്ലതുമാണ് ഏട്ടന്റെ മനസ്സിലെങ്കിൽ ഇവൻ ജീവിതകാലം മൊത്തം ഇതിനകത്ത് തന്നെ കിടക്കും. ഏട്ടന് പിന്നെ എന്നും കോടതി കയറി ഇറങ്ങേണ്ടി വരും. എന്തു പറയുന്നു? തൽക്കാലം ഇവനെ എനിക്ക് കൊണ്ടുപോകണം. തൽക്കാലമാക്കണ്ട, സ്ഥിരമായിട്ട് തന്നെ കൊണ്ടുപോയിക്കോ. പക്ഷേ അതിനെനിക്കൊരു ഉറപ്പ് വേണം. അവളുമായുള്ള ഇവന്റെ വിവാഹം ഉടനെ നടത്താമെന്ന്. നടത്താം. ഉറപ്പല്ലേ? അതെ. എങ്കിൽ പിന്നെ ശരിയനെയാ, ഏട്ടന്റെ കൂടെ വിട്ടോ. വീട്ടിൽ ചെന്ന് നല്ല ചൂട് വെള്ളത്തിലൊന്ന് കുളിച്ച് ഫ്രഷ് ആവും. ഇങ്ങോട്ട് വാടാ. ഏട്ടാ, ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട, വാടാ ഇങ്ങോട്ട്. അറിഞ്ഞില്ലേ ഉന്നാരമോന്റെ തീരുമാനം? ഒരു ഗതിയും പരഗതിയില്ലാത്ത എണ്ണം കെട്ടവളെ ഇവൻ കെട്ടാൻ പോവാന്ന്. ആ സർക്കിളിന് അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടാ ഇവൻ ഇറങ്ങിപ്പോന്നത്. കേട്ടപ്പോ കരണക്കുറ്റി നോക്കിയൊന്ന് തരാനാ തോന്നിയത്. നാവിന്ന് വീണുപോയില്ലേ, പിന്നെ കൂടെ വന്നല്ലേ പറ്റൂ. അതാ ഞാനും അയാളോട് സമ്മതിച്ചത്. പറഞ്ഞ വാക്ക് പാലിക്കാൻ അങ്ങനെ തുനിഞ്ഞാണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. നേരാണോടാ? അവളെ കെട്ടാനാണോ നിന്റെ തീരുമാനം? അമ്മേ, ഞാനത് വെച്ചേക്കില്ല നിന്നെ ഞാൻ. അവളെയും കെട്ടി ഈ പടി ചവിട്ടാമെന്ന വിചാരം ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ ഒന്നും പറയണ്ടടാ. എന്തു പറഞ്ഞാലും ആ വിവാഹം നടക്കില്ല, നടത്താൻ സമ്മതിക്കില്ല ഞാൻ. നിക്ക്, വലിയ കേമനെന്നും പറഞ്ഞ് നടന്നാ പോരാ, കുറച്ചെങ്കിലും ബുദ്ധി പ്രയോഗിക്കണം. ആ ഗിൽബർട്ടിനെ കണ്ടില്ലേ? ഇനി അവനെ കണി കാണാൻ കിട്ടുമോ ആ സർക്കിളിന്? അതാ നീയും ചെയ്യേണ്ടിയിരുന്നത്. കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുമെന്ന് അറിഞ്ഞപ്പോഴെങ്കിലും എങ്ങോട്ടെങ്കിലും മാറണമായിരുന്നു. അല്ലാതെ തല വെച്ച് കൊടുക്കുകയല്ല വേണ്ടിയിരുന്നത്. നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലടാ. വഴി ഞാൻ പറഞ്ഞു തരുമായിരുന്നല്ലോ. ഛേ, ഇതിപ്പോ നാറ്റ കേസായി. ആ സർക്കിളിന്റെ മുമ്പിൽ ഞാനങ്ങ് ഐസായി പോയി, നീ കാണിച്ച ബുദ്ധിമോശം കാരണം. തീർന്നോ രണ്ടുപേരുടെയും വിസ്താരം?